بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ഏകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണേ ഒന്നുണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപദേശം നടത്തി. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. മോനെ, ഈ ലോകത്ത് നീ ഒരു അപരിചിതനെ പോലെ ജീവിക്കുക. അപരിചിതത്വം ഈ ലോകത്ത് നിന്റെ മുഖമുദ്രയാവുക. അല്ലെങ്കിൽ ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുക. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അപരിചിതത്വം കൊണ്ടും ഈ വഴിയാത്രക്കാരനെ പോലെ ആകുക എന്ന ഉപദേശം കൊണ്ടും ഉദ്ദേശിച്ചത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നാം ഒരു യാത്രയിലാണ്, ഒരു നീണ്ട യാത്രയിലാണ്. ആ യാത്ര തുടങ്ങുന്നത് എവിടെയാണ്? വാപ്പയുടെ
വൃഷണത്തിൽ നിന്ന് ബീജതന്തുവായി ഉടലെടുത്ത അന്ന് തൊട്ട് തുടങ്ങുകയാണ് യാത്ര. ആ യാത്രയുടെ സഞ്ചാരപഥങ്ങൾ ഏതൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പയെയും ഉമ്മയെയും വിവാഹമെന്ന പരിശുദ്ധമായ കർമ്മത്തിലൂടെ ഒന്നിപ്പിക്കുകയും ആ ചേർച്ചയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ സിക്താണ്ഡമായി രൂപപ്പെടുത്തുകയും ആ സിക്താണ്ഡത്തിൽ നിന്ന് 10 മാസത്തിൻ്റെ ഉള്ളിലുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുകയും ചെയ്തു. ആ സഞ്ചാരത്തിനൊടുവിൽ മനുഷ്യൻ ഈ ലോകത്തേക്ക് പിറന്നു വീഴുകയാണ്. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും പിന്നിട്ട് വാർദ്ധക്യത്തിൻ്റെ ബാലിശതയും പേറി അവസാനം മരണത്തിൻ്റെ തോളിലേറി ഖബറിലേക്ക് പോയി ബർസഖിയായ ജീവിതം നയിച്ച് ആ ബർസഖിയായ ജീവിതം കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മാശറയിൽ ചെന്നെത്തും അവൻ. അവിടെയാണ് അന്തിമമായ വിധി ഉണ്ടാക്കുന്നത്. ഇതൊരു യാത്രയാണ്. ഇതുപോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ തലശ്ശേരി, മാഹി, വടകര, കൊയിലാണ്ടി എന്ന് പറയുന്ന ഒരുപാട് സ്റ്റേഷനുകളുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും, അവൻ്റെ ബാല്യം, അവൻ്റെ കൗമാരം, അവൻ്റെ യൗവനം എല്ലാം ഓരോ സ്റ്റേഷനുകളാണ്. ആ യൗവനത്തിൻ്റെ പ്രസരിപ്പിൽ അഹങ്കരിക്കാനും ആ പ്രസരിപ്പിൽ മതിമറക്കാനും ഒരാൾ തയ്യാറായാൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അയാൾ വിഡ്ഢിയാണ്. താത്വികമായ വീക്ഷണത്തിൽ അയാൾ വിഡ്ഢിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെക്കുറിച്ച് അവൻ്റെ ഇനി വരുന്ന നാളുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ റബ്ബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഖുർആനിലൂടെ. സൂറത്ത് ദഹ്റിൻ്റെ ആദ്യത്തെ ആയത്ത്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്, മർത്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യനുണ്ടാക്കിയ ഭാഷാനി കൊണ്ടുവരുള്ള ഒരു വാക്കുകൾ കൊണ്ടും വർണ്ണിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. അന്നവനൊരു മരമായിരുന്നോ അല്ല, അന്നവനൊരു കല്ലായിരുന്നോ അല്ല, അന്നവനൊരു ചെടിയായിരുന്നോ അല്ല, അന്നവൻ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വസ്തുവായിരുന്നോ അല്ല. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയുടെ സത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിപ്പ് നടത്തുകയാണ്. കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യനായി അവനെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചും ഒടുക്കത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ ആയത്താണ്. സൂറത്തുൽ ആല ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്നും എങ്ങനെ നാം ജനിക്കണം, എങ്ങനെ നാം ജീവിക്കണം, എങ്ങനെ നമ്മുടെ രൂപമാകണം എന്ന കാര്യത്തിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയാണ്, ജനിക്കുന്ന കുഞ്ഞ് കറുത്തവനാകണോ വെളുത്തവനാകണോ, പണക്കാരനാകണോ പണിക്കാരനാകണോ, സുന്ദരനാകണോ വിരൂപനാകണോ, ബുദ്ധിയുള്ളവനാകണോ മന്ദബുദ്ധിയാകണോ എന്നതൊക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുകയാണ്. പക്ഷേ ആ ജനിച്ചു കഴിഞ്ഞാൽ റബ്ബ് അവനൊരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതും അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. 2 വഴികൾ ഞാൻ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉയർന്നു നിൽക്കുന്ന 2 പാതകൾ ഞാൻ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ അവന് നന്ദി കെട്ടവനാകാം. ഈ 2 വഴികളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ രണ്ട് വഴികളിൽ ഏത് വഴിയാണോ നാം സ്വീകരിക്കുന്നത് ആ സ്വീകരണത്തിനനുസരിച്ചായിരിക്കും വിചാരണ വിധിയിൽ നമ്മുടെ നില. പലപ്പോഴും സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയോ? വിചാരണയെക്കുറിച്ച് മറന്ന്, വിധിയുടെ നാളിനെ കുറിച്ച് മറന്ന് ഈ ലോകത്തിൻ്റെ സമ്പാദ്യത്തിൽ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്നുള്ളതാണ്. എന്താണ് ഈ ലോകം? എന്താണ് ഈ ലോകം? ഈ ലോകത്തെക്കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് എന്താണ്? ഒരു ഇസ്രായേലി കഥയുണ്ട്. ബൈബിളിൻ്റെയും തൗറാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പലപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. ഇസ്രായേലി കഥകൾ ബൈബിളിൻ്റെയും തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും അടിസ്ഥാനത്തിലുള്ള കഥകളോട് ഒരു മുസ്ലിം എടുക്കേണ്ട നിലപാട് എന്താണ്? അത് തള്ളാനും കൊള്ളാനും പാടില്ല എന്നുള്ളതാണ്.
അത് തള്ളാനും കൊള്ളാനും പാടില്ല. പക്ഷേ അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ എന്ത് ചെയ്യാം? മുസ്ലിമിന് സ്വീകരിക്കാം. അതാണ് പണ്ഡിതന്മാർ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിഗമനം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു അനുയായിയുമായി നടന്നു പോകുന്ന സമയം അവർക്ക് വിശന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നീ 3 റൊട്ടി വാങ്ങിച്ചു വന്നു. അദ്ദേഹം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതനുസരിച്ച് റൊട്ടി വാങ്ങിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ 2 റൊട്ടി മാത്രമേ കയ്യിലുള്ളൂ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എവിടെയോ 3ാമത്തെ റൊട്ടി? അയാൾ പറഞ്ഞു, 2 റൊട്ടിയേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. അവർ വീണ്ടും നടന്നു മുന്നോട്ട്. കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ചോദിച്ചു, എവിടെയോ 3ാമത്തെ റൊട്ടി? അയാൾ പറഞ്ഞു, 2 റൊട്ടിയേ ഉള്ളൂ സാഹിബേ, ഞാൻ പറഞ്ഞതല്ലേ. വീണ്ടും അവർ നടന്നു. കുറച്ച് ദൂരം എത്തിയപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം 3ാമതും ചോദിച്ചു, എവിടെയോ 3ാമത്തെ റൊട്ടി? അയാൾ പറഞ്ഞു, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് 2 റൊട്ടി മാത്രമേ ഉള്ളൂ? ചോദിച്ചു മനുഷ്യനെ പിരാന്താക്കുക. ശരി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം 3 മണ്ണിൻ്റെ കൂനകൾ ഉണ്ടാക്കി. എന്നിട്ട് ആ 3 മണ്ണിൻ്റെ കൂനകൾ സ്വർണമാക്കി മാറ്റി. 1ാമത്തെ കൂന കാണിച്ചു പറഞ്ഞു, ഇത് എനിക്കുള്ളതാണ്. 2ാമത്തെ കൂന കാണിച്ചു പറഞ്ഞു, ഇത് നിനക്കുള്ളതാണ്. 3ാമത്തെ സ്വർണത്തിൻ്റെ കൂന കാണിച്ചു പറഞ്ഞു, ഇത് ആരാണോ 3ാമത്തെ റൊട്ടി കഴിച്ചത് അവനുള്ളതാണ്. അപ്പം അയാൾ പറഞ്ഞു, ആ 3ാമത്തെ റൊട്ടി കഴിച്ച ആൾ ഞാൻ തന്നെയാണ് ആ 3ാമത്തെ റൊട്ടി കഴിച്ച ആൾ, അതുകൊണ്ട് അതെനിക്ക് വേണമെന്ന് അയാൾ പറഞ്ഞു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത് മാത്രമാക്കണ്ട, എൻ്റെ ഓഹരി കൂടി നീ എടുത്തോളൂ. പക്ഷേ ഒരു ഉപാധി, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ കൂടെ നീയില്ല. നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ശിഷ്യനെ അവിടെ ഭൗതിക പ്രമത്തത മൂത്തുകൊണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയി ആ ശിഷ്യനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും ശിഷ്യരും നടന്നുപോയി. ഇയാള് ഈ 3 സ്വർണ്ണക്കൂനകൾ കിട്ടിയ സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ ആർത്ത് ചിരിച്ചുല്ലസിച്ചിരിക്കുന്ന സമയം 2 കൊള്ളക്കാരതിൽ നടന്നു വന്നു. 3 കൊള്ളക്കാരതിൽ നടന്നു. ഈ 3 കൊള്ളക്കാര് ഇയാളെ കണ്ടപ്പോൾ, ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇയാളെ കണ്ടപ്പോൾ ഇയാളെ കൊല്ലുകയും ആ 3 സ്വർണ്ണക്കൂനകൾ സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് വിശന്നു. അവരിൽ 2 ആളുകൾ തീരുമാനിക്കാണ്, ഒരാളെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞേക്കാം. അങ്ങനെ 2 പേരും കൂടി ഒരാളെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ഭക്ഷണത്തിന് പോകുന്ന സമയത്ത് ഇയാളുടെ മനസ്സിലൊരു തോന്നൽ, എന്തിനാ 2 പോയത്തക്കാർ ഞാൻ എൻ്റെ കൂടെ കൂട്ടുന്നത്? അവരെ കൊന്നുകളഞ്ഞാൽ പോരെ? ഞാനാണ് ഭക്ഷണം കൊണ്ടുകൊടുക്കേണ്ടത്. ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷം ചേർത്താൽ അവർ ക്ലോസ്. പിന്നെ ആ 3 സ്വർണ്ണക്കൂനകൾ എനിക്കുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഈ പോയ ആളുടെ മനസ്സിൽ ഈ ചിന്ത ഉദിക്കുന്ന അതേ സമയം തന്നെ ഇവിടെയുള്ള 2 ആളുകൾ തമ്മിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്തിനാ ആ പൊട്ടനെ നമ്മുടെ കൂടെ കൂട്ടണത്? ഈ 3 എണ്ണം അവൻ്റെ ഒരു ഓഹരി, അവനെ കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഓഹരി നമുക്കെടുക്കാലോ. അതുകൊണ്ട് അവൻ വരുമ്പോൾ നമുക്ക് അവനെ കൊന്നുകളയാം. അങ്ങനെ അയാൾ ഭക്ഷണവുമായി കടന്നു വന്നു. അയാളെ ഇവർ 2 പേരും കൂടി കൊന്നുകളഞ്ഞു. എന്നിട്ട് അയാൾ വിഷം കലർത്തി കൊണ്ടുവന്ന ഭക്ഷണം ഇവർ 2 ആളും കഴിച്ചു. ഇവർ 2 പേരും മരിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം ഈ 3 സ്വർണ്ണക്കൂനകൾ അവിടെ തന്നെയുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സ്വർണ്ണക്കൂനകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, കണ്ടോ, ഇതാണ് ദുനിയാവ്. ഇതിനു വേണ്ടിയാണ് പരസ്പരം പോരടിക്കുന്നത്, ഇതിനു വേണ്ടിയാണ് പരസ്പരം കലഹിക്കുന്നത്, ഇതിനു വേണ്ടിയാണ് ദുനിയാവ് കലാപ കലുഷിതമാക്കുന്നത്. പക്ഷേ ഇതാരും തന്നെ സ്വന്തമാക്കില്ല, ഇതാരും തന്നെ സ്വന്തമാക്കാൻ പോകുന്നില്ല. എല്ലാവരും ഇവിടെ നിന്ന് വിട പറയും, ഈ ദുനിയാവിലെ സമ്പത്ത് ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട്. ഇത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കഥയാണ്. പക്ഷേ വളരെ വ്യക്തമായ ഗുണപാഠം ഇതിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിലൊക്കെ പണമില്ലാത്ത ആളുകൾ പോലും പരസ്പരം പെരുമ നടിക്കാൻ, പോച്ചു നടിക്കാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞൊരു വചനമുണ്ട്. എന്താണെന്നറിയോ? യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബു വലഹു വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. الله പറയുകയാണ്, ഇഅ്ലമൂ, അറിയണേ,
മുഅ്മിനീങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇഅ്ലമൂ, അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബു വലഹു, ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് കളിവിനോദം മാത്രമാണ്. കളിവിനോദം മാത്രമാണ് ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്. ഈ ആശയം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹത്തിന്റെ അനുയായികൾ, ആഡംബരത്തോട് മുഖം തിരിച്ചിരുന്ന പ്രവാചകൻ, സുഖലോലുപതയോടെ യാതൊരു തരിമ്പ് പോലും ആഗ്രഹമില്ലാതിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ സദസ്സിൽ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയെ പരാതി പറയുകയാണ്, പരിഭവം പറയുകയാണ്. പൊന്നുപ്പ, എന്റെ കൈകൾ കണ്ടോ ഉപ്പ, ആട്ടുകല്ല് പിടിച്ചുകൊണ്ട് തഴമ്പ് പിടിച്ചിരിക്കുകയാണ്. വാപ്പ, എന്റെ ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്. എനിക്കൊരു വൃദ്ധ്യനെ വേണം, എനിക്കൊരു അടിമയെ വേണമെന്ന് പ്രവാചകന്റെ മുന്നിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞ കരളിന്റെ കഷ്ണമായ പൊന്നുമോളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? പൊന്നുമോളെ, ഈ ദുനിയാവിലെ സകല കഷ്ടതകളും ഇല്ലാതെയാകുന്നതിനേക്കാൾ, ഈ ദുനിയാവിലെ കഷ്ടപ്പാടുകൾ മുഴുവനും ഇല്ലാതെയാകുന്നതിനേക്കാൾ, ഈ ദുനിയാവിലെ പ്രയാസങ്ങൾ മുഴുവനും ഇല്ലാതെയാകുന്നതിനേക്കാൾ ഉത്തമമായ ഉദാത്തമായ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ആ കാര്യം എന്താണ്? രാത്രി അന്തി ഉറങ്ങാൻ പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന തസ്ബീഹിന്റെ, അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ വചനങ്ങളുമായി നിന്റെ നാവ് മുഖരിതമായാൽ പൊന്നുമോളെ ഫാത്തിമ, അതാണ് നിനക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളതെന്ന് ലാളിത്യത്തിന്റെ ജീവിതത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന മുറിയിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകനെ കണ്ടപ്പോ ഉമർ അതാ പൊട്ടിക്കരയുന്നു. ഉമറിന്റെ കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ചു, എന്ത് പറ്റി ഉമറേ, എന്തിനാണ് ഉമറേ നീ കരയുന്നത്? ഉമറിന്റെ മറുപടിയാണ്, ലിമാലാ അബ്കി യാ റസൂലല്ലാഹ്, ലിമാലാ അബ്കി യാ റസൂലല്ലാഹ്, ഞാൻ എങ്ങനെ കരയാതിരിക്കും നബിയേ, എന്റെ കണ്ണെങ്ങനെ നിറയാതിരിക്കും നബിയേ, എന്റെ ഹൃദയം എങ്ങനെ പിടയാതിരിക്കും നബിയേ? കിസ്റായും കൈസറും സുഖലോലുപതരായി മാതകത്തിടമ്പുകൾ കൊത്തുകൊണ്ട് മണിമാളികയിൽ മാർദ്ദവമേറിയ പട്ടുമെത്തയിൽ കിടന്നുകൊണ്ട് സുഖലോലുപരായി കഴിയുന്ന സമയത്ത് ലോകത്തിന്റെ നായകത്വം അല്ല നൽകിയ താങ്കളിതാ പനയോലയിൽ കിടന്നുകൊണ്ട് പാടുവരിച്ചിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുക നബിയേ എന്ന് ചോദിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഉമറേ, ഈ ലോകം നമുക്കുള്ളതല്ല ഉമറേ, ഈ ലോകം നമുക്കുള്ളതല്ല. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ലോകം, ഏറ്റവും അവശേഷിക്കുന്ന ലോകം, മരണം കഴിഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന പരലോകമാണ്. ഈ ലോകം നമുക്കുള്ളതല്ല ഉമറേ, ഈ ലോകം കിസ്റയ്ക്കുള്ളതാണ്, ഈ ലോകം കൈസറിനുള്ളതാണ്, ഈ ലോകം അവിശ്വസിച്ചവർക്കുള്ളതാണ്, ഈ ലോകം മുഅ്മിനിനുള്ളതല്ല ഉമറേ. ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹ് പറയുന്നതും അതാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവമാണ്, ചതിയുടെ വിഭവമാണ്, കണ്ണിനെ സുഖിപ്പിക്കൽ മാത്രമാണ്, നാസാരന്ധ്രങ്ങളെയും കാതിനെയും താൽക്കാലികമായ സുഖത്തിൽ തളച്ചിടൽ മാത്രമാണ് ഈ ലോകമെന്ന് അല്ലാഹ് വളരെ വ്യക്തമായ ആയത്തിന്റെ അവസാനത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. കുല്ലു നഫ്സിൻ ജായിഖത്തുൽ മൗത്ത് വ ഇന്നമാ توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. നീ ജീവിതത്തിന്റെ ഏതവസരത്തിലാണെന്ന് നോക്കാതെ, ജീവിതത്തിന്റെ എത്ര സന്തോഷത്തിന്റെ സന്ദർഭത്തിലായാലും ഒന്നും മാനിക്കാതെ കടന്നു വരുന്ന മരണത്തെ അഭിമുഖീകരിക്കേണ്ടവനാണ് നീ. വമാ തദ്രീ നഫ്സും മാ
മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യനും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല ഈ ഭൂമിയിൽ എവിടെ വെച്ചാണ് അവൻ മരണം വരിക്കുക എന്നുള്ളത്, എവിടെ വെച്ചാണ് അവൻ മരണവുമായി കണ്ടുമുട്ടുക എന്നുള്ളത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അല്ലാഹ് പറയുകയാണ്, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകന്നുകൊണ്ടിരിക്കുന്നത്, ഏതൊരു മരണത്തെ ഭയന്നുകൊണ്ടാണോ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്, ആ മരണവുമായി നിങ്ങൾ മുഖാമുഖം നിൽക്കുന്നതാണ്. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. നിന്റെ ഹൃദയം പരോക്ഷമാക്കി വെച്ച കാര്യം മുഴുവനും അറിയുന്ന, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന നാഥന്റെ അടുത്തേക്ക് നീ മടക്കപ്പെടുന്നതാണ്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്താണോ നിന്റെ കരങ്ങൾ പ്രവർത്തിച്ചത്, നിന്റെ മനസ്സെന്താണോ ചിന്തിച്ചത്, നിന്റെ നാവുകൾ എന്താണോ മന്ത്രിച്ചത്, അതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് ആ ദിവസം പടച്ച തമ്പുരാൻ നിനക്ക് പറഞ്ഞു തരുന്നതാണ്. കം തറകൂ മിൻ ജന്നാതിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ലോകത്തിന്റെ ഉന്നതമായ അധികാര സോപാനങ്ങളിൽ വിരാജിച്ചിരുന്ന രാജാക്കന്മാർ എത്രയെത്ര അരുവികളാണ്, എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, എത്രയെത്ര കെട്ടിട സമുച്ചയങ്ങളാണ്, എത്രയെത്ര മണിമാളികകളാണ്, എത്രയെത്ര രമ്യഹർമ്മങ്ങളാണ്, എത്രയെത്ര അധികാര സോപാനങ്ങളാണ്, സിംഹാസനങ്ങളാണ്, സൗഭാഗ്യങ്ങളാണ്, എസ്റ്റേറ്റുകളാണ്, ബംഗ്ലാവുകളാണ് ഇവിടെ വിട്ടേച്ചു പോയത്. അവിടെ വിട്ടേച്ചു പോകുന്ന സമയത്ത് ഖബറിന്റെ അകത്തേക്ക് ഒന്നും തന്നെ അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ആ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, ആ മരണത്തോടുകൂടി ജീവിതത്തിന് അന്ത്യം കുറിക്കുന്നില്ല. അൻതല്ലദീ വലദത്ക ഉമ്മുക യബ്ന ആദമ ബാഖിയാ. ഉമ്മയുടെ വയറ്റിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോ കരഞ്ഞുകൊണ്ടായിരുന്നു നിന്റെ യാത്ര, കരഞ്ഞുകൊണ്ടായിരുന്നു നീ പുറത്തേക്ക് വന്നിരുന്നതെന്ന പൊന്നുമോനെ. തിരിച്ചു പോകുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സൗഭാഗ്യം നിനക്കുണ്ടാകണം. അന്ന് നീ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നിന്റെ കരച്ചിലിനകമ്പടിയായി ചുറ്റിലും കൂടി നിൽക്കുന്ന കുടുംബക്കാർ മുഴുവനും ചിരിക്കുകയായിരുന്നു. അന്ന് നീ കരയുകയായിരുന്നു. എന്നാൽ നിന്റെ യാത്രയിൽ ചിരിച്ചുകൊണ്ട് നീ തിരിച്ചു പോകണം, നിന്റെ യാത്രയിൽ ചിരിച്ചുകൊണ്ട് നീ തിരിച്ചു പോകണം. ആറടി മണ്ണിന്റെ അടിയിലേക്ക് ആരോരും സാന്ത്വനത്തിനില്ലാത്ത, ആരോരും സമാധാനിപ്പിക്കാനില്ലാത്ത ഏകാന്തതയുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ അമലിന്റെ അകമ്പടിയുമായി സമ്പന്നനായി കൊണ്ട് പോകാൻ നിനക്ക് സാധിക്കണം. ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവനാണ് വിജയി, അവനാണ് വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിലേക്കുള്ള യാത്ര എന്താണ് ഖബറിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ആ ഖബറിലേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. സമൂഹത്തിന്റെ സമ്പത്തായ അന്തസ്സുണ്ടായിരുന്ന, അഭിമാനമുണ്ടായിരുന്ന മനുഷ്യന്റെ യാത്ര ഖബറിലേക്കാണ്. ആ ഖബറിലേക്ക് വെക്കപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചുള്ള വ്യതകൾ പങ്കുവെക്കുന്നത് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അയാ ഖബറു ഹാദൽ ലൈഫു മാലു ഉമ്മത്തിൻ ഫകബ്ബിർ വഹല്ലിൽ വഅൽഖിൽ ലൈഫു ജാതിയാ. അല്ലയോ ഖബറേ, ആറടി മണ്ണാകുന്ന ഖബറേ, ഏകാന്തതയുടെ വീടാകുന്ന ഖബറേ, ഞങ്ങളുടെ സമ്പത്താണിത്, ഞങ്ങളുടെ സമ്പാദ്യമാണിത്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്, ഞങ്ങൾക്ക് വിലയുള്ളവനാണ്, ബഹുമാനിക്കുന്നവനാണ്, ആദരിക്കുന്നവനാണ്. പക്ഷേ ഇന്നിതാ ഇയാളെ കൊണ്ട് ഉപകാരമില്ലാതായിരിക്കുന്നു, ഇയാളുടെ ഐഡന്റിറ്റി നശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട്
സ്വീകരിച്ചു കൊള്ളുക ഖബറേ എന്ന് പറഞ്ഞ് ആ ഖബറിന്റെ അകത്തേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ കുടുംബങ്ങളില്ല, സമ്പത്തില്ല, ആഭിജാത്യമില്ല, അന്തസ്സില്ല. അവിടെ ബാക്കിയാകുന്നത് നമ്മുടെ പ്രവർത്തനം മാത്രമാണ്. ജീവിച്ചിരിക്കുന്ന മക്കളുടെ നാവിലൂടെ ഉതിർന്നു വീഴുന്ന പ്രാർത്ഥനകൾ മാത്രമാണ്. അവിടെ ആരാണോ വിജയിക്കുന്നത് അവനാണ് യഥാർത്ഥ വിജയി. അവിടെ ചില ചോദ്യങ്ങളല്ല പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഖബറിലേക്കൊരു മനുഷ്യൻ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആകാശലോകത്ത് നിന്ന് മാലാഖമാര് കടന്നു വരികയാണ്. എന്നിട്ട് ആ ഖബറിൽ വെച്ച മനുഷ്യനോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ആരെയാണ് നീ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്? ആരോടാണ് നിന്റെ സങ്കടങ്ങൾ പറഞ്ഞിരുന്നത്? ആരുടെ മുന്നിലാണ് നീ പൊട്ടിക്കരഞ്ഞിരുന്നത്? ആരുടെ മുന്നിലാണ് നീ വിതകൾ അർപ്പിച്ചിരുന്നത്? അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞ, പടച്ച തമ്പുരാന്റെ മുന്നിൽ മാത്രം വ്യതകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ മനുഷ്യൻ സങ്കോചമില്ലാതെ സന്ദേഹമില്ലാതെ അവിടെ വെച്ച് മറുപടി പറയുകയാണ്, റബ്ബീ അല്ലാ, റബ്ബീ അല്ലാ, എന്റെ രക്ഷിതാവ് അല്ലയാണ്. അള്ളാഹുവിനോടാണ് ഞാൻ കരഞ്ഞു പറഞ്ഞത്. റബ്ബിന്റെ മുന്നിലാണ് ഞാൻ എന്റെ വ്യതകൾ അർപ്പിച്ചത്. റബ്ബിന്റെ മുന്നിലാണ് ഞാൻ എന്റെ സങ്കടങ്ങൾ സമർപ്പിച്ചത് എന്ന മനുഷ്യനാ ഖബറിൽ വെച്ച് മറുപടി പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബർ ജീവിതത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. ആ ഖബർ ജീവിതം കഴിഞ്ഞാൽ ആ ഖബർ ജീവിതം അവസാനിക്കുന്നത് എവിടെയാണ്? ആ ഖബറിൽ നിന്ന് ചില ആളുകൾ എഴുന്നേൽക്കുന്ന രംഗം സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹദാ മാ ബഅദർ റഹ്മാൻ. അവർ പറയുകയാണ്, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ, ആരാണ് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? മിൻ മർഖദിനാ, ഞങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന്. ഹാദാ മാ ബഅദർ റഹ്മാൻ, ഇത് പരമകാരുണികനായ പടച്ചതമ്പുരാന്റെ വാഗ്ദാനമാണല്ലോ. വസദഖൽ മുർസലൂൻ, എന്താണോ പ്രവാചകന്മാർ പ്രവചിച്ചത് അതിതാ സത്യത്തിൽ പുലർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നാളിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ നാളിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അന്ത്യദിനം സംഭവിക്കുന്ന സമയം, ആ അന്ത്യനാളിന്റെ സമയം സൂറത്തുൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് തുടങ്ങുന്ന അധ്യായത്തിലൂടെ അതിന്റെ ബീഭത്സമായ രംഗങ്ങൾ അല്ലാഹു വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ. ഭൂമിയതാ കിടകിട വിറക്കുകയാണ്. അതിന്റെ അന്തർലീനമായിരിക്കുന്ന സകല വസ്തുക്കളും പുറത്തേക്ക് തള്ളപ്പെടുന്ന സമയം. വഖാലൽ ഇൻസാനു മാ ലഹാ, കണ്ടെത്തിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് പ്രതിഭാസങ്ങൾ വിശദീകരിക്കാനാവാതെ നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യൻ കൈമലർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, മാലഹാ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചത്? എന്താണ് ഇതിന് പറ്റിയത്? അന്നേ ദിവസം മനുഷ്യരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭൂമി അതാ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ബിഅന്ന റബ്ബക ഔഹാലഹാ, ബിഅന്ന റബ്ബക ഔഹാലഹാ, അല്ലാഹു നൽകിയ കൽപ്പന പ്രകാരം ഭൂമി അതാ സംസാരിക്കാൻ തുടങ്ങുകയാണ്. യൗമഇദി യസ്ദുറുന്നാസു അസ്താതൻ ലിയറൗ അഅമാലഹും, പകൽമാന്യന്മാരുടെ പകൽമാന്യത തകർന്നടിയുന്ന ദിവസം, എല്ലാ തരത്തിലുള്ള കാപട്യങ്ങളും പുറത്തേക്ക് പടച്ചവനെടുക്കുന്ന ദിവസം. ആ ദിവസത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നു. വത്തഖൂ യൗമല്ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. ആർക്കും ആർക്ക് വേണ്ടിയും ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്തൊരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അന്നേ ദിവസം ഒരു ശുപാർശകൻ നിങ്ങൾക്കുണ്ടാവില്ല. അന്നേ ദിവസം നിങ്ങളിൽ നിന്നൊരു ഒഴികഴിവ് സ്വീകരിക്കുന്നതല്ല. അന്നേ ദിവസം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സഹായവും ഉണ്ടാകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആ ദിവസത്തിന്റെ ഭീകരതയെക്കുറിച്ച് ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദശംസു കുവിറത്, സൂര്യൻ ചുറ്റപ്പെടുന്ന സമയം. ഇദസ്സമാഉ ഫതറത്, ആകാശം വിണ്ടുകീറുന്ന സമയം. സമുദ്രങ്ങൾ ഇറക്കി മറിക്കപ്പെടുന്ന സമയം.
പർവ്വതങ്ങൾ ഛിന്ന ഭിന്നമാക്കപ്പെടുന്ന സമയം ഈയാമ്പാറ്റകളെ പോലെ ഭൂമിയുടെ ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ട് അന്തരീക്ഷത്തിലൂടെ പാറിക്കളിക്കുന്ന മനുഷ്യരെ തന്നെയാണ് സത്യമെന്നുള്ള ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തരികയാണ്. ഭീകരമായ ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ ഒരു വരവുണ്ട്, പടച്ച തമ്പുരാന്റെ ഒരു വരവുണ്ട്. പക്ഷേ ആ വരവിന്റെ മുന്നേ യുഗങ്ങളോളം മനുഷ്യന് കാത്തിരിക്കേണ്ടതുണ്ട്. കാത്തിരിക്കേണ്ടതുണ്ട്. ഒരുപാട് നാള് കാത്തിരുന്ന് ഒരു ചാണമുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ തൊട്ടുതായെ വിയർപ്പിൽ മുങ്ങിക്കൊണ്ട് കാത്തു കഴിയുന്ന മനുഷ്യ സഞ്ചയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ശുപാർശ ചെയ്യാൻ ആരെയെങ്കിലും ലഭിക്കുമോ എന്ന് വിചാരിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് കടന്നു പോകുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് കടന്നു പോകുകയാണ്. എന്നിട്ട് ആദം നബിയോട് പറയുകയാണ്, മനുഷ്യപിതാവേ, അബുൽ ബശർ ആദമേ, താങ്കൾ അല്ലാഹുവിന്റെ മുന്നിൽ ശുപാർശ ചെയ്താലും, താങ്കൾ അല്ലാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നൽകിയാലും, താങ്കൾ അല്ലാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എന്താണ്? ഈ ദിവസത്തിൽ ഞങ്ങളെ ശുപാർശക്കെടുക്കുക. ഈ ദിവസത്തിൽ സ്വർഗമെങ്കിൽ സ്വർഗം, നരകമെങ്കിൽ നരകം, ഏതെങ്കിലും ഒന്ന് വിധിക്കാൻ അല്ലാഹുവിന്റെ മുന്നിൽ താങ്കൾ ശുപാർശ ചെയ്യുക. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്, ഞാൻ നിസ്സഹായനാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പാപം പിണഞ്ഞു പോയിട്ടുണ്ട്. ആ പാപത്തിനെന്താണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ മറുപടി പറയുക എന്ന കാര്യത്തെ ചിന്തിച്ചുകൊണ്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ പേടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെ സമീപിച്ചു നോക്കുക. മനുഷ്യരാശി മുഴുവനും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ലോകത്തേക്ക് ആദ്യമായി റസൂലായി പറഞ്ഞയച്ച താങ്കൾ അള്ളാഹുവിന്റെ മുന്നിൽ മനുഷ്യ സഞ്ചയത്തിന് വേണ്ടി ശുപാർശ ചെയ്യണം. വിചാരണക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ താങ്കളൊന്ന് ശുപാർശ ചെയ്യണം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എനിക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് എൻ്റെ മകൻ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് അവന് വേണ്ടി ഞാനൊരു പ്രാർത്ഥന നടത്തി പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് ഭയവിഹ്വലനായിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും ഓരോ ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന സമയം അവസാനമായി മനുഷ്യർ മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നബിയോട് പറയുകയാണ്, അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അള്ളാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. ഈ മനുഷ്യരാശിയെ മുഴുവനും വിചാരണക്കെടുക്കാൻ വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പ്രവാചകനതാ സുജൂദിലേക്ക് വീഴുകയാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ കരഞ്ഞ് ഒരുപാട് നേരം കരയുമ്പോൾ അല്ല ചോദിക്കുകയാണ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് താങ്കൾക്ക് വേണ്ടത്? പ്രവാചകൻ മറുപടി പറയുകയാണ്, റബ്ബേ, അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ വിചാരണക്കെടുക്കണേ റബ്ബേ. അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യ സഞ്ചയത്തെ വിചാരണക്ക് വിധേയമാക്കണേ അല്ലാ എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മുന്നിൽ ശുപാർശ ചെയ്യുകയാണ്. സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹുവിന്റെ വരവിനെ കുറിച്ച് വിശദീകരിക്കുന്നു. റബ്ബുക വൽ മലകു സഫൻ സഫാ وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. അല്ലാഹു സുബ്ഹാനഹു വ തആല മഅശറയുടെ വിചാരണ വേദിയിലേക്ക് എഴുന്നള്ളുകയാണ്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ലോകൈകനാഥനായ ജല്ല ജലാലായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മഅശറ വൻസഭയിലേക്ക് മലക്കുകൾ എഴുന്നള്ളി വരുന്ന സമയം ഖുർആൻ വിശദീകരിക്കുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ മനോനില എന്താണ്? കരുണയെന്ന സിഫത്ത് മാറ്റിവെക്കുന്ന ദിവസം. അന്നേ ദിവസം അല്ല ശിക്ഷിക്കുന്നത് പോലെ ഒരാളും തന്നെ ശിക്ഷിക്കുകയില്ല. അന്നേ ദിവസം അല്ല പിടിക്കുന്നത് പോലെ പിടിച്ചു കുലുക്കുന്നത് പോലെ ഒരാളും തന്നെ പിടിച്ചു കുലുക്കുകയില്ല.
അള്ളയതാ വിചാരണ തുടങ്ങുകയാണ്. മനുഷ്യരെ മുഴുവനും അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് കീറിമുറിച്ചുകൊണ്ട് വിചാരണ ചെയ്യുന്ന വല്ലാത്ത സന്ദർഭം. ആ വിചാരണ വേളയിൽ ഒരുപാട് തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വിധി ദിവസം ഒരുപാട് തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഓരോ തരത്തിലുള്ള ആളുകൾ, ഒരുപാട് തർക്കങ്ങൾ അവിടെ നടക്കാനുണ്ട്. ആ വിധിയുടെ ദിവസം ഒരുപാട് തർക്കങ്ങൾ നടക്കാനുണ്ട്. ആരൊക്കെ തമ്മിലാണ്? കൂട്ടുകാരനും തമ്മിൽ. ഒരു കൂട്ടുകാരൻ പറയാണ് മറ്റേ കൂട്ടുകാരനെ കാണിച്ച്, യാ വൈലതാ ലൈതനി ലമ്മത്തഖിദ ഫുലാനൻ ഖലീലാ, ഞാനിവനെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഈ വൃത്തികെട്ടവന്റെ കൂട്ടുകെട്ട് ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലേ? വല്ലാത്തൊരു വചനാണ് സഹോദരികളെ. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അവന്റെ കൂട്ടുകെട്ടാണ്. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അവന്റെ കൂട്ടുകെട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ കൂട്ടുകെട്ടിന്റെ സ്വാധീനം വലുതായെങ്കിലും ചെറുതായെങ്കിലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എൻ്റെ ചില കൂട്ടുകാർ, എൻ്റെ നാട്ടിൽ ചെറുപ്പത്തിൽ എൻ്റെ കൂടെ കളിച്ചു വളർന്ന ചില കൂട്ടുകാർ പുറത്തുപോയി പഠിച്ച് വർഷങ്ങൾക്ക് ശേഷം അവരെ കണ്ടപ്പോൾ അവരൊക്കെ ആകെ വഴിവിട്ടു പോയിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹ് രക്ഷിച്ചതാണ്. ആകെ വഴിവിട്ടു പോയിരുന്നു. കള്ളു കുടിക്കാനും സിഗരറ്റ് വലിക്കാനും കഞ്ചാവ് അടിക്കാനും അവർ തുടങ്ങിയിരുന്നു. അതിലൊരാളെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ ഉപദേശിച്ചു, എന്താണ് നല്ല ഒരുത്തനായി ജീവിച്ചിരുന്നവനല്ല നീ? എന്താ നിനക്കിങ്ങനെ സംഭവിച്ചത്? എന്താണ് നിനക്കിങ്ങനെ പറ്റിപ്പോയത് എന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? എടാ, കമ്പനി ടൈറ്റ് ആവണമെങ്കിൽ ഒന്നിച്ചിരുന്ന് കുടിക്കണം, ഒന്നിച്ചിരുന്ന് വലിക്കണം, ഒന്നിച്ചിരുന്ന് കഞ്ചാവടിക്കണം. എന്നാലും മാത്രമേ ആ ചങ്ങാത്തത്തിനൊരു ഊഷ്മളത വരുള്ളൂ. നീ വേണമെങ്കിലൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ സലാനുണ്ട്, നീ തന്നെ പരീക്ഷിച്ചാൽ മതി. കാരണം ഒരു വിശ്വാസമാണത്. ശൈത്താൻ തോന്നിച്ചു കൊടുക്കുകയാണ്. ഒന്നിച്ചിരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ട് അടുക്കുമെന്ന് ശൈത്താൻ ഇങ്ങനെ തോന്നിച്ചു കൊടുക്കുക. അങ്ങനെ അടുപ്പിക്കും ചെയ്യും പിശാച്. അതൊരു പൈശാചികമായ അടുപ്പമാണ്. അങ്ങനെ എത്ര കൂട്ടുകാരുണ്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം വലിക്കാത്തൊരു കുട്ടി വലിക്കണം എന്ന് പറഞ്ഞാൽ സ്പോൺസർ ചെയ്യാൻ എത്ര ആളുകളാണ്? എല്ലാവരും അവന് വാങ്ങിച്ചു കൊടുക്കും. വലിക്കുന്ന കുട്ടികൾക്ക് എന്ത് ആവേശമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് മറ്റവൻ്റെ കയ്യിൽ കത്തിക്കാൻ ലൈറ്റർ ഇല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതിങ്ങനെ കത്തിച്ചു കൊടുക്കും. എന്താ എത്ര സ്നേഹം? പിശാച് ഉണ്ടാക്കി കൊടുക്കുന്ന സ്നേഹമാണ്. പിശാച് മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു തരത്തിലുള്ള സൗഹാർദ്ദമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവരോട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വയനാട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം 2-3 ആളുകളെ വണ്ടിയിലുള്ളൂ. എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി. ഉറക്കം പോകാൻ വേണ്ടി എന്തെങ്കിലും എനർജി ഡ്രിങ്ക്, ഈ ബൈസൺ പോലെയുള്ള നാട്ടിൽ കിട്ടുന്ന റെഡ് ബുൾ പോലെയുള്ള എന്തെങ്കിലും എനർജി ഡ്രിങ്ക് വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു കടൻ്റെ മുന്നിൽ നിർത്തിയതാണ്. എന്നിട്ട് ഞാൻ അവിടെ കയറി. എന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും എനർജി ഡ്രിങ്ക് ഉണ്ടോ? അപ്പോൾ അയാൾ ഇങ്ങനെ അടിമുടി ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, ഇവിടെ എനർജി ഡ്രിങ്ക് ഒന്നും ഇല്ല. അപ്പോൾ വേറൊരാൾ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു, എടാ ഇവിടെ നമ്മളെ ആ വളവിൻ്റെ അടുത്തുള്ള എനർജി ഡ്രിങ്കിൻ്റെ സ്ഥലം അത് അടച്ചിട്ടുണ്ടാവുമോ? അപ്പോൾ അയാൾ എന്നിങ്ങനെ നോക്കി. എന്നിട്ട് ഇത് നമ്മളെ ടീമാണല്ലേ, അടച്ചിട്ടുണ്ടാവില്ല, ഒരു അരമണിക്കൂർ കൊണ്ട് അടക്കും, പെട്ടെന്ന് പോയാൽ കിട്ടും. എനിക്ക് സംഗതി മനസ്സിലായി എന്താണ്. ഞാൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അറിയാതെ വായിന്ന് വന്നുപോയി. കാരണം ഓല എന്താണ് ഉദ്ദേശിച്ചത് അതുവരെ ഓടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് മനസ്സിലായി, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുപോയി. അപ്പം പറഞ്ഞു, ഇതാ ടീമല്ലടേ, ഇത് കോഞ്ഞാട്ടേൻ, ഇതിനെ മൈൻഡ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ മുസ്ലിങ്ങളല്ലേ? കണ്ട മനസ്സിലാവും, നിങ്ങളൊക്കെ മുസ്ലിങ്ങളല്ലേ? ഞാൻ ചോദിച്ചത് മറ്റേതാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്നേഹം, നിങ്ങളാളാണ്. നമ്മളതിൻ്റെ ആളല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും പുച്ഛവും. എന്താ നിങ്ങളൊക്കെ കഥ? എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒഴിഞ്ഞു. ഇത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ആവശ്യങ്ങളുമായി കടന്നുപോയാൽ എന്ത് സ്നേഹമാണെന്നറിയാം ആളുകൾക്ക്. കൂട്ടുകെട്ട് ഉണ്ടാവുക തന്നെ ചെയ്യാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെണ്ണുപിടിയുടെയും കള്ളുകുടിയുടെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിസ്ഥാനത്തിൽ കൂട്ടുകെട്ടുകൾ, പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാവാൻ. യുവാക്കൾ തമ്മിലും കൗമാരക്കാർ തമ്മിലും പുതിയ പുതിയ സൗഹാർദ്ദ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓൻ്റെ അടുത്ത് നിന്ന് ആ സാധനം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. സുബ്ഹാനല്ലാഹ്, ഇത്തരത്തിലുള്ള ആളുകളാണ് നാളെ മാശറയിൽ വെച്ച് പരസ്പരം കടിച്ചു കയറുന്നത്.
നാളെ മഹ്ശറയിൽ വെച്ച് അവർ പരസ്പരം കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾ പറയാൻ സങ്കടപ്പെട്ട് വിഷമിച്ച് ഖേദിച്ച്, ആ ഖേദൊന്നും നമുക്ക് ഇന്ന് ഈ ദുനിയാവിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. സങ്കടപ്പെട്ട അയാൾ പറയാണ്, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഈ വൃത്തികെട്ടവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖേദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പറയുന്ന സമയം, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. കൈകടിച്ചോണ്ട് മനുഷ്യൻ പറയാണ്, പടച്ചോനെ മണ്ണായിരുന്നെങ്കിൽ, ഒരു പിടി മണ്ണായി ഞാൻ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാഥ എന്ന് മനുഷ്യൻ വിലപിച്ചു പോകുന്ന ദിവസം. ഇത്തരത്തിലുള്ള കൂട്ടുകാർ, സഹോദരങ്ങളെ, അവർ എത്ര നല്ല കൂട്ടുകാരായാലും അവരോട് ഒരു ഡിസ്റ്റൻസ് പാലിച്ചിട്ടില്ലെങ്കിൽ നാളെ നമുക്കും ഇതുപോലെ പറയേണ്ടി വരും. ഇനി നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവരിങ്ങോട്ട് പറയും, നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവരിങ്ങോട്ട് പറയും. അള്ളാഹുവിന്റെ സവിധത്തിൽ അവർ പരാതി പറയും, റബ്ബേ ഇവൻ 5 വക്ത് നിസ്കരിച്ചിരുന്നു, നോമ്പെടുത്തിരുന്നു, ക്ലാസ് കേൾക്കാൻ പോയിരുന്നു, ആ സമയത്ത് ഞാൻ കള്ളു കുടിച്ചു, സിഗരറ്റ് വലിച്ചു, കഞ്ചാവ് അടിച്ചു, പെണ്ണ് പിടിച്ച് നടക്കുന്ന സമയം ഇവൻ എന്നോട് പറഞ്ഞെന്നില്ല. അത് പാടില്ല, അത് തെറ്റാണ് എന്ന സന്ദേശം എന്നോട് പറഞ്ഞു തരാൻ ഇവന് മനസ്സുണ്ടായില്ല റബ്ബേ. അതുകൊണ്ട് ഇവനെ നീ വെറുതെ വിടരുത്, അവിടെ നിൽക്ക്, ഞാൻ നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ നീയും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ആക്രോശിക്കാനും ആ കൂട്ടുകാർ തയ്യാറാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂട്ടുകെട്ട് വളരെയധികം സൂക്ഷിക്കുക. കൂട്ടുകെട്ട് വളരെ, ഇത് ഒന്നാമത്തെ തർക്കാണ്. രണ്ടാമത്തെ തർക്കം എന്താണെന്നറിയോ? മക്കളും മാതാപിതാക്കളും തമ്മിലാണ്. മക്കളും മാതാപിതാക്കളും തമ്മിലാണ്. അവിടെ വെച്ച് ഫൈറ്റാണ്. വജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവോട് പറയുകയാണ് മലക്കുകൾ, നാഥ എവിടെയാണ് എൻ്റെ ഉമ്മ, എവിടെയാണ് എൻ്റെ വാപ്പ? ഞാൻ അവരെ ഒന്ന് കാണട്ടെ, അവരെ ഞാനൊന്ന് ദർശിക്കട്ടെ, അവരെ ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടിയരച്ച് നീചരിൽ നീചരും നിന്യരിൽ നിന്യരുമായി മാറ്റട്ടെ. എന്താണ് കാരണം? എൻ്റെ വാപ്പ ഗൾഫിലായിരുന്നു, എൻ്റെ വാപ്പക്ക് 6 അക്ക ശമ്പളമുണ്ടായിരുന്നു. 6 അക്ക ശമ്പളമുണ്ടായത് കൊണ്ട് തന്നെ ജീവിതത്തിലെ സൗകര്യങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല. SSLC ജയിച്ചപ്പോ എൻ്റെ കയ്യിലേക്ക് വാപ്പ സർവ്വസന്നാഹ സൗകര്യങ്ങളുമുള്ളൊരു മൊബൈൽ വാങ്ങിത്തന്നു. ആ മൊബൈലാണ് റബ്ബേ, ആ മൊബൈലാണ് റബ്ബേ കാലാകാലത്തേക്കുള്ള നരകത്തിന്റെ പാതാളത്തിലേക്ക് എന്നെ കൊണ്ട് ചെന്നെത്തിച്ചത്. അതുകൊണ്ട് ആ മൊബൈൽ വാങ്ങിത്തന്ന അതിന് കാരണക്കാരനായ എൻ്റെ വാപ്പാനെ വെറുതെ വിടരുതേ അല്ലാ. എൻ്റെ വാപ്പാന്റെ പെടലിക്ക് പിടിക്കടേ റബ്ബേ. എവിടെയാണ് എൻ്റെ ഉമ്മ? എൻ്റെ ഉമ്മാക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു എന്നോട്, എൻ്റെ ഉമ്മാക്ക് വല്ലാത്ത കാരുണ്യമായിരുന്നു എന്നോട്. ഞാൻ സുബ്ഹ് നമസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ ഉമ്മ വന്ന് പുതപ്പ് പുതച്ചു തരുമായിരുന്നു. അതുകൊണ്ട് റബ്ബേ, ഇന്നേ ദിവസം എൻ്റെ ഈ ജീവിതം നഷ്ടമായിരിക്കുകയാണ്, എനിക്ക് ഈ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നാഥ. അതുകൊണ്ട് എൻ്റെ ഉമ്മയെ വെറുതെ വിടല്ലേ അല്ലാ. ഞാൻ നരകത്തിലേക്ക് പോകുമ്പോ എൻ്റെ ഉമ്മയും എൻ്റെ കൂടെ ഉണ്ടാവണേ റബ്ബേ. അത് മാത്രം എനിക്ക് പോരാ, അവരെ നീ എനിക്ക് കാണിച്ചു തന്നാൽ വജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അവരെ നീ ഒന്ന് കാണിച്ചു തരൂ, കാലിന്റെ അടിയിലിട്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് അവരോടുള്ള ദേഷ്യം ഞങ്ങളൊന്ന് തീർക്കട്ടെ എന്ന് അതാ മക്കൾ മഹ്ശറയിൽ വെച്ച് ആക്രോശിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ വളർത്തുന്നതിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. മക്കൾ, ചില ഉമ്മാർക്ക് മക്കള് നല്ല തടിച്ച് കണ്ടാൽ മാത്രം മതി, നല്ല തടിച്ചു കൊഴുത്ത് ഉണ്ടയായി കണ്ടാൽ നല്ല ഉഷാറാണ്. എൻ്റെ അനുഭവം തന്നെ ചില ആളുകൾ നോക്കി വെച്ചിരിക്കണത്, നീ അങ്ങനെയാണോ? എൻ്റെ അനുഭവം തന്നെ പറയാണ്. ഉമ്മാർക്ക് പലപ്പോഴും ഉമ്മാർക്ക് അവർക്ക് തീരെ ഗൗരവമുണ്ടാവാറില്ല ദീനിൻ്റെ കാര്യത്തിൽ. മക്കളോടുള്ള സ്നേഹത്തിൻ്റെ അതിപ്രസരം കാരണം ദീൻ അവർ അവഗണിക്കും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ അനുഭവം തന്നെ പറയാമല്ലോ, നിങ്ങളിപ്പോൾ നോക്കി ചിരിച്ചുകൊണ്ട് ഏതായാലും ഞാൻ പറയാം. ഇപ്പം ഞാനിപ്പോൾ സുബഹിക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഉമ്മ വന്ന് വിളിക്കും, മോനെ എണീക്കടാ. വീണ്ടും കഴിയുന്നില്ല ഉമ്മ എന്ന് പറഞ്ഞാൽ മോനെ എണീക്കടാ. 3ാമത് വന്ന് വിളിച്ചാലും ഉമ്മ പറയും പോയി കിടന്നുറങ്ങിക്കതല്ല, 7 മണിക്ക് നിസ്കരിച്ചാൽ മതി. ഇതെല്ലാം ഒരുവിധം എല്ലാ ഉമ്മമാരുടെ അവസ്ഥയാണ്. ചില വല്യമ്മമാർ, എൻ്റെ വല്യമ്മ സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താരാട്ട് പാടാൻ തുടങ്ങും, നൈസേ എണീക്കടാ നൈസേ. ഇത് എന്താണ്? അവർക്കുള്ള സ്നേഹമാണ്. പക്ഷേ ആ സ്നേഹം അവർക്ക് തന്നെ അപകടമായി ഭവിക്കും. അവർക്ക് തന്നെ അപകടമായി ആ സ്നേഹം ഭവിക്കും. നമ്മുടെ മക്കളെ നാം സ്നേഹിക്കണം. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം. എന്താണ്?
നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ഭാര്യമാരിലും ആരുണ്ട്? നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖുർആന്റെ വചനാണ്. സൂറത്ത് തഗാബുനിലൂടെ അല്ലാഹ് പറഞ്ഞ, നിങ്ങളുടെ മക്കളിലും സന്താനങ്ങളിലും നിങ്ങളുടെ ഭാര്യമാരിലും ശത്രുക്കളുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. ആ ശത്രുക്കൾ എവിടെയാണ്? പരലോകത്താണ്, മാശറയിലാണ് ആ ശത്രുത യഥാർത്ഥത്തിൽ പുറത്തേക്ക് വരിക. അവിടുന്ന് ശരിക്കും പിടിക്കും മക്കൾ, വെറുതെ വിടില്ല. നാം സ്നേഹിച്ച, കൊഞ്ചിച്ച, ലാളിച്ച മക്കള് അവിടെ നിന്ന് വെറുതെ വിടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ ദീൻ അനുസരിച്ച് വളർത്തിയിട്ടില്ലെങ്കിൽ മാശറയിൽ രണ്ടാമതായി നാം നേരിടാൻ പോകുന്ന ഒരു സംഭാഷണമാണ്. മൂന്നാമതായി വളരെ അൽഹംദുലില്ലാഹ് മുജാഹിദുകൾ രക്ഷപ്പെടുന്ന ഒരു സംഭാഷണമുണ്ട്. അത് മൗല്യാരും യാക്കോവും തമ്മിലുള്ള സംഭാഷണമാണ്. അതിൽ അൽഹംദുലില്ലാഹ് നമ്മളൊന്നും പെടൂല എന്ന് വിശ്വസിക്കാലേ. മൗല്യാരും യാക്കോവും തമ്മിലുള്ള സംഭാഷണമാണ്. استبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. പിൻപറ്റിയവരും ആരെയാണോ അവർ പിൻപറ്റിയത് അവരും തമ്മിൽ തർക്കം നടക്കുന്ന സമയം, ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് അനുയായികൾ പറയാൻ, നിങ്ങളല്ലേ പറഞ്ഞത് അങ്ങനെ, നിങ്ങളല്ലേ പറഞ്ഞ മുടിവെള്ളം കുടിക്കാൻ, നിങ്ങളല്ലേ പറഞ്ഞ പൊടിവെള്ളം കുടിക്കാൻ, നിങ്ങളല്ലേ പറഞ്ഞ ചട്ടിവെള്ളം കുടിക്കാൻ, എവിടെ മോചനം, എവിടെ മോക്ഷം എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ അടുത്ത് പോയി ചൂടാവുന്ന അനുയായികളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എത്രത്തോളം ഈ സമൂഹത്തെ ഈ ഖുർആൻ ഇത് വേറെ തന്നെ എടുത്തു പറയാൻ കാരണം എന്താണ്? ഈ സമൂഹത്തിൻ്റെ മസ്തിഷ്കത്തെ എത്രത്തോളം പ്രക്ഷാളനം ചെയ്തു എന്നറിയാൻ എവിടെയും പോണ്ട, മക്കത്ത് പോയാൽ മതി. മക്കത്ത് ചില ആളുകൾ ഈ ബംഗാളികളെ പിറകിൽ നടക്കണ്ടാവും. ഹരെ ബായ്, പ്ലീസ് ബായ്, ഹരെ ബായ്, ക്യാ ഹെ യാർ എന്ന് പറഞ്ഞിട്ട് പിറകെ നടക്കണ്ടാവും. എന്തിനാ അറിയോ? ഈ ഹറമിൻ്റെ നിലം തുടക്കുന്ന മഫുണ്ടല്ലോ, മഫിൻ്റെ നാര് കിട്ടാൻ വേണ്ടി, അത് നാട്ടിൽ കൊണ്ടുപോയി ബർക്കത്തെടുക്കാൻ വേണ്ടി. ആരാ പഠിപ്പിച്ചെന്ന്? അത് നാട്ടിൽ കൊണ്ടുപോയി ബർക്കത്തെടുത്ത് കുടിക്കാൻ വേണ്ടി. ബംഗാളിയുടെ പിറകെ ഇരന്ന് നടക്കുന്ന കോടീശ്വരന്മാരെ നിങ്ങൾക്ക് മക്കത്ത് പോയാൽ കാണാൻ സാധിക്കും, മദീനത്ത് പോയാൽ കാണാൻ സാധിക്കും. ഇനിയോ കാബ ഷരീഫിൻ്റെ അടുത്ത് പോയി കാബ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ കാബത്തിൻ്റെ കില്ലക്കടിക്കുക, അതിൻ്റെ നൂലിളക്കാൻ, അതിൻ്റെ നൂലിളക്കി കൊണ്ടുപോയിട്ട് നാട്ടിൽ കൊണ്ടുപോയി ബർക്കത്തെടുക്കാൻ. ഈ കൗമിനെ ഒരു വല്ലാത്തൊരു രസകരമായ കാഴ്ച, എന്നാൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കണ്ട എന്താ അറിയോ? തറാവീഹ് നടക്കുന്ന സമയം തവാഫ് നടക്കുമല്ലോ. 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുന്ന സമയം 10 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഇമാമ് പോകും, അടുത്ത ഇമാമ് വരും. അപ്പോൾ 10 റക്അത്ത് നിസ്കരിച്ച ഇമാമ് ഇറങ്ങി പോകുക ഈ തവാഫ് ചെയ്യുന്ന ആളുകൾക്കിടയിലൂടെ ഇരിക്കും. പലപ്പോഴും പോലീസുകാർ നല്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും. എന്നാലും ഈ 10 റക്അത്ത് നമസ്കരിച്ച്, എൻ്റെ ഓർമ്മയിൽ ജുഹ്നി 10 റക്അത്ത് നമസ്കരിച്ച് പാവങ്ങനെ ഇറങ്ങി വരുന്ന സമയം കണ്ടാലൊരു മലയാളിയാന്ന് തോന്നുന്നുണ്ട്, ഓടി വന്ന് അയാളുടെ താടി പറിച്ചെടുത്ത് ഒറ്റോട്ടോടി. താടി പറിച്ചെടുത്തിട്ട് എന്തിനാണെന്ന് നമുക്കറിയാലോ, ഹറമിലെ ഇമാമിൻ്റെ താടിയാണ് വെള്ളത്തിൽ മുക്കി കുടിക്കാൻ. ആ പോലീസുകാർ പാഞ്ഞിട്ട് അവനെ കിട്ടിയില്ല, അമ്മായിരി ഓട്ടാണ്. തയ്യാറെടുത്തിട്ട് വരികയാണ്. ആ സഫാ മർവയുടെ ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീടുണ്ടായിരുന്നല്ലോ, ആ വീടിൻ്റെ ഉള്ളിലേക്ക് ആദ്യമൊക്കെ ആളെ കയറ്റിയിരുന്നു, ഇപ്പോൾ ആളെ കയറ്റണില്ല. ആ മാന്തി വലിയ വലിയ തുള ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് കുമ്മായ അടർത്തി കൊണ്ടുപോയി നാട്ടിലേക്ക് കടത്തിയിട്ട് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യുക? ഇത് യാക്കോമിനെ എന്ത് കണ്ടാലും അവിടെ പോയി അവിടെ പോയി പിച്ച, ആ നൂല് കടിക്കുക, ഈ നൂല് കടിക്കുക, മറ്റോൻ്റെ താടി പിടിച്ച് വരയ്ക്കുക, മുടി പിടിച്ച് വരയ്ക്കുക. ഇതെന്താണ്? LKG UKG കുട്ടികൾ പോലും നാണം കെട്ടുപോകും. ഇത്തരത്തിൽ സമൂഹത്തെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തു വെച്ചിരിക്കാൻ. ഫേസ്ബുക്കിലൊക്കെ വ്യാപകമായി പ്രചരിച്ച എക്സാം കിറ്റുകൾ കണ്ടല്ലോ. എക്സാം കിറ്റ്, പിന്നെ ഒരു തേന്, കുടിക്കാനൊരു തേനും എഴുതാനൊരു പേനയും, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരൊറ്റ ഉപാധി മാത്രം, നല്ലോണം പഠിക്കണമെങ്കിൽ പിന്നെ എന്തിനാ അത്? ഒറ്റ ഉപാധി മാത്രം. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം പഠിക്കണം. ഇങ്ങനെ നല്ലോണം പഠിക്കണമെങ്കിൽ പിന്നെ എന്തിനാണോ ഈ കിറ്റ്? അത് ചിന്തിക്കാനുള്ള ബുദ്ധി ഈ സമൂഹം ഉപയോഗിക്കണ്ടേ? അത് ചിന്തിക്കാനുള്ള ശേഷി ഈ സമൂഹം ഉപയോഗിക്കണ്ടേ? അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവർ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ സാദതനാ വ കുബറാഅനാ വ അദല്ലൂന സബീൽ, ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ ഉസ്താദുമാരും ഞങ്ങളെ വഴിതെറ്റിച്ചിരിക്കുന്നു നാഥാ, അതുകൊണ്ട് അവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണേ അല്ലാ എന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല മറുപടി പറയുകയാണ്, ഇല്ല, അവർക്ക് മാത്രമായി ഇരട്ടി ശിക്ഷയില്ല. അല്ലാഹ് തന്ന ബുദ്ധിയെ ഉപയോഗിക്കാതെ, അല്ലാഹ് തന്ന മസ്തിഷ്കത്തെ ഉപയോഗിക്കാതെ,
അള്ള തന്ന ചിന്താശേഷിയെ ഉപയോഗിക്കാതെ പുരോഹിതന്റെ വാക്കുകൾക്കനുസരിച്ച് ജീവിതത്തിൽ നിന്ന് ദീനിനെ വളച്ചൊടിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ടെന്ന് അള്ള അവിടെ വെച്ച് മറുപടി പറയുകയാണ്. ഇതടുത്ത സംഭാഷണമാണ്. അവസാനമായ ഒരു സംഭാഷണത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സംഭാഷണം എന്താണെന്നറിയുമോ? വഖാല റസൂലു യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. മഅശറ വൻസബയിൽ കാരുണ്യത്തിന്റെ പ്രതീകമായി തെളിഞ്ഞു നിൽക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പ്രവാചകന്റെ മുഖം ചുവക്കുകയാണ്. പ്രവാചകന്റെ ഭാവം മാറുകയാണ്. പ്രവാചകനതാ ദേഷ്യം പിടിക്കുകയാണ്. പ്രവാചകൻ ദേഷ്യം പിടിച്ചുകൊണ്ടൊരു സമുദായത്തിലേക്ക് കൈനീട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. നാദാ ഈ വിഭാഗത്തെ കണ്ടോ അല്ലാ, നാദാ ഈ മനുഷ്യരെ കണ്ടോ അല്ലാ, നാദാ എന്റെ അനുയായിത്വം അവകാശപ്പെടുന്ന ഈ വിഭാഗത്തെ കണ്ടോ റബ്ബേ. അവർ ഖുർആനിനെ രണ്ടാം കടയായി കൊണ്ടാണ് കണ്ടത്. അവർ ഖുർആൻ നെഞ്ചിലേറ്റാൻ തയ്യാറായില്ല റബ്ബേ. 23 വർഷക്കാലത്തെ യാതനയും വേദനയും സഹിച്ചുകൊണ്ട് ഇവർക്ക് നെഞ്ചിലേറ്റി നടക്കാൻ ഞാൻ സമർപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ താളുകൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരത്തിൽ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞവരാണ് റബ്ബേ ഇത്. അതുകൊണ്ട് ഇവരെ നീ വെറുതെ വിടല്ലേ അല്ലാ, അതുകൊണ്ട് ഇവരെ നീ വെറുതെ വിടല്ലേ അല്ലാ എന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് വിരൽ ചൂണ്ടുന്ന സമയം, പ്രിയപ്പെട്ട മുഅ്മിനേ, ആ വിരലിന്റെ തുമ്പത്ത് ഞാനും നിങ്ങളും ഉണ്ടായാൽ അവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രതീക്ഷയും, അവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രത്യാശയും. അതുകൊണ്ട് പഠനത്തിൽ, വിദ്യാഭ്യാസത്തിൽ പ്രമുഖമായ പ്രാതിനിധ്യം നൽകേണ്ടത് മതപഠനത്തിനാണ്. ഖുർആൻ പഠനമെന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം സമയം കിട്ടുമ്പോൾ 2 മണിക്കൂർ ഉസ്താദിന്റെ മുന്നിൽ പടിഞ്ഞിരുന്നു കൊണ്ട് പഠിക്കാനുള്ളതല്ല. മറിച്ച് ഖുർആൻ പഠനമെന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ നാടിഞരമ്പുകളിൽ അടിയുറക്കേണ്ടതാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഊണിലും ഉറക്കത്തിലും അവന്റെ ജീവിതത്തിന്റെ അനുധാവനമായി മാറേണ്ടതാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സകല രംഗങ്ങളിലും അവൻ വഴികാട്ടിയായി സ്വീകരിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ. അത് സ്വീകരിക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ, അത് സ്വീകരിക്കുന്നിടത്ത് നാം വിമുഖത കാണിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഅശറയിൽ വെച്ച് വിരൽ ചൂണ്ടുന്ന സമയത്ത് ആ വിരലിന്റെ തലപ്പത്ത് നാം ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ ഒരുപാട് അവസാനത്തെ സംഭാഷണം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭാഷണമാണ് സഹോദരങ്ങൾ. അതിനെ നാം ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. മുജാഹിദുകളായ നാം വരെ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും എത്ര സമയം കണ്ടെത്തുന്നുണ്ട്, അതിനുവേണ്ടി എത്ര സമയം ചെലവാക്കുന്നുണ്ട്. തുച്ഛമാണ്. നമുക്ക് ഖുർആനോട് പുച്ഛല്ലേ? ഖുർആനോട് നമുക്ക് പുച്ഛല്ലേ? മതത്തോട് നമുക്ക് പുച്ഛല്ലേ? അറബി കോളേജിൽ പഠിക്കുന്ന ഒരുത്തൻ നമ്മുടെ കണ്ണിലാരാ? അറബി കോളേജിൽ പഠിക്കുന്ന ഒരുത്തൻ നമ്മുടെ കണ്ണിലാരാൻ? ഒന്നിനും കൊള്ളാത്തോന്, വിദ്യാഭ്യാസം ഇല്ലാത്തോന്, വിവരമില്ലാത്തോന് അല്ലേ? ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടി സാധാരണ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥയാണ്. 3 പഠിക്കുന്ന 3 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരുത്തൻ അറബി കോളേജിലുണ്ടെങ്കിൽ ആ മോനെ കുറിച്ച് മിണ്ടാൻ തന്നെ തയ്യാറല്ല മാതാപിതാക്കൾ. കാരണം എന്താ? മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ വിഡ്ഢിത്ത ജൽപ്പനങ്ങൾ. ഖുർആൻ എന്തോ ഇൻഫീരിയർ ആണ്, ഖുർആൻ എന്തോ അപകർഷമാണ് അവരുടെ മുന്നിൽ. പക്ഷെ ഖുർആനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അവിടെയാണ് പ്രശ്നം. ഖുർആനിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയ ആളുകൾ ലോകം മുഴുവൻ അതിനെ വിമർശിക്കുന്ന സമയത്തും നെഞ്ചിലേറ്റാണ് അതിനെ. ആ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റാൻ. സഹോദരങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ പരിശുദ്ധ ഖുർആനുമായി ഇറങ്ങിത്തിരിച്ച ആളുകൾ എവിടെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്? എവിടെയാണ് അഹമ്മദ് ദീദാത്ത്? ആരാണ് അഹമ്മദ് ദീദാത്ത്? അഹമ്മദ് ദീദാത്തിന്റെ ജീവചരിത്രം എന്താണ്? അദ്ദേഹം ചർച്ചിന്റെ പുറത്ത് ചായ വിറ്റിരുന്ന സാധാരണക്കാരന്റെ മകൻ, 2ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള, അധികം ബുദ്ധിയൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ. അദ്ദേഹം എപ്പോഴും ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഇങ്ങനെ കേട്ട് അയാൾ തീരുമാനിക്കുകയാണ്, റബ്ബേ എന്തിന് എൻ്റെ മതത്തെ ഇവരിങ്ങനെ വേട്ടയാടണം? എന്തിന് ഇസ്ലാമിനെ ഇവരിങ്ങനെ ഭയപ്പെടണം? എന്തിന് പരിശുദ്ധ ഖുർആനിനെ ഇവരിങ്ങനെ ഭയപ്പെടണം എന്ന് അയാളെ ചിന്തിക്കാൻ, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ, പരിശുദ്ധ ഖുർആൻ അവലോകനം ചെയ്യാൻ, അതുപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും. എന്നിട്ട് അവസാനം എവിടെ എത്തിയെന്നറിയോ? ആ ചായക്കടക്കാരൻ്റെ മകൻ എവിടെ എത്തിയെന്നറിയോ? അവസാനം മിഷണറിമാരുടെ വീടിന്റെ പുറത്ത് ചെന്ന് വാതിൽ കൊട്ടി വിളിച്ചിട്ട് വാതിൽ തുറക്കാത്ത അവസ്ഥ. അയാളെ കാണുമ്പോൾ മിഷണറിമാര് ഓടി അകലുന്ന അവസ്ഥ. ഇന്ന് എം എം അക്ബർ സാഹിബിനെ പറ്റി കേരളത്തിലുള്ള അവസ്ഥ തന്നെയാണ്.
ഇപ്പം മൂപ്പരെ കൊണ്ട് പൊറുതി മുട്ടി സഹിക്കാൻ കഴിയാതെ അവസാനം എന്താ ചെയ്തറിയോ? ഓലൊക്കപ്പാടെ കൂടി സാക്ഷി എന്നൊക്കെ പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖുർആൻ മാത്രമാണെങ്കിൽ നമ്മളില്ല, ഖുർആൻ മാത്രമാണെങ്കിൽ നമ്മളില്ല, സഹിയായ ഹദീസ് മാത്രമാണെങ്കിൽ നമ്മളില്ല, പിന്നെ എന്തൊക്കെ വേണം? പിന്നെ ഇബ്നു മാജ, തിർമിദി, അതുപോലെ എല്ലാ ഗ്രന്ഥങ്ങളും, ചരിത്ര ഗ്രന്ഥങ്ങളും മുഴുവനും എടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സംവാദത്തിന് വരാം. നമ്മളെ ഭാഗത്ത് നിന്ന് എന്താ എടുക്കുക? ബൈബിള് മാത്രം. നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെടുക്കണം? ഖുർആൻ എടുക്കണം, ഹദീസും എടുക്കണം, സീറ എടുക്കണം, ഇജ്മാവും എടുക്കണം, ഖിയാസും എടുക്കണം, എല്ലാം എടുക്കണം. എന്നിട്ട് അതിലൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എന്ത് ചെയ്യുക? നമുക്ക് നോക്കാം. ഖുർആൻ മാത്രമാണെങ്കിൽ നമ്മളില്ല എന്ന അവസ്ഥയിലെത്തി. ഇതാ പരിശുദ്ധ ഖുർആനിന്റെ കഴിവാണ്, ഇത് പരിശുദ്ധ ഖുർആനിന്റെ അജയ്യത. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല സഹോദരങ്ങളെ. ഈ കൂട്ടത്തിൽ ഒരൊറ്റ തവണയെങ്കിലും ഖുർആനിന്റെ അർത്ഥം മുഴുവൻ വായിച്ചു കഴിഞ്ഞ എത്ര ആളുകളുണ്ടെന്ന് കൈപൊക്കി? ആരുമില്ലേ? 2-3 ആൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന് നാം നൽകിയ പ്രാമുഖ്യം എത്രയാണ്? വളരെ കുറച്ച് മാത്രമേ നാം പരിശുദ്ധ ഖുർആനിന് പ്രാമുഖ്യം നൽകിയിട്ടുള്ളൂ. ഈ കൂട്ടത്തിൽ മക്കളെ സ്കൂളിൽ അയക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ബാലരമ വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഒന്ന് കൈപൊക്കൂ. ജീവിതത്തിൽ ബാലഭൂമി വായിച്ചിട്ടുണ്ടാവും, ബാലരമ വായിച്ചിട്ടുണ്ടാവും, ബാലമംഗളം വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ബുദ്ധി ഉറച്ച സമയത്ത് പരിശുദ്ധ ഖുർആൻ എടുത്ത് വായിക്കാൻ നമുക്ക് കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയാണ് നാം ആ പരിശുദ്ധ ഖുർആനിന് നൽകുന്ന പ്രാതിനിധ്യം നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊക്കെ തന്നെയാണ് നബി ഇങ്ങനെ ചൂണ്ടായത്, ഇവരാണ് റബ്ബേ, ഇവരാണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ച ആളുകൾ ഇവർ തന്നെയാണ് റബ്ബേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അതവർ തന്നെയാണ്. വിചാരണയുടെ നാളിൽ ഈ സംഭാഷണങ്ങൾക്ക് പുറമെ വേറെ ചില രംഗങ്ങൾ കൂടിയുണ്ട്. ഗ്രന്ഥം നൽകപ്പെടുന്ന സമയം 2 തരത്തിലാണ് ഗ്രന്ഥം നൽകപ്പെടുക. ഒന്ന് മുന്നിൽ നിന്ന് വലത് കൈയിലേക്കും, 2 പിന്നിൽ നിന്ന് ഇടത് കൈയിലേക്കും. ആ ഗ്രന്ഥം മനുഷ്യൻ തുറന്നു നോക്കിക്കൊണ്ട് പറയുന്ന ഒരു രംഗം സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു വിശദീകരിച്ചു. വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. ആ ഗ്രന്ഥം മറിച്ചു നോക്കിക്കൊണ്ട് മനുഷ്യൻ പറയുകയാണ്, എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്, എന്തൊരാശ്ചര്യത്തിന്റെ ഗ്രന്ഥമാണിത്. എൻ്റെ ഭാര്യ പോലും അറിയാതെ ഞാൻ നടത്തിയ വ്യഭിചാരത്തിന്റെ നാളുകൾ അക്ഷരാർത്ഥത്തിൽ ഇതിതാ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നുമക്കൾ അറിയാതെ, എൻ്റെ നാട്ടുകാരറിയാതെ, എൻ്റെ വീട്ടുകാരറിയാതെ, എൻ്റെ കൂട്ടുകാരറിയാതെ, എൻ്റെ മാതാപിതാക്കളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഞാൻ ചെയ്ത പാപകർമ്മങ്ങൾ ഇതാ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. كتابه بشماله فيقول يا ليتني لم أوت كتابيا. ഇടത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുന്ന മനുഷ്യർ ആ ഗ്രന്ഥം മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ്, യാ ലൈതനി ലം ഊത കിതാബിയാ. എനിക്ക് ഈ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, ഈ ഗ്രന്ഥം എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അജ്രിമാ ഹിസാബിയാ. ഈ വിചാരണ നാളെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല, ഈ വിചാരണ നാളിനെ കുറിച്ച് ഞാൻ ഓർത്തില്ല. യാ ലൈതഹാ കാനതിൽ ഖാദിയ. കടങ്കാലുകൾ തമ്മിൽ ഉറഞ്ഞുകൊണ്ട് ഞാനൊരു മരണം വരിച്ചല്ലോ, ആ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ. യാ ലൈതഹാ കാനതിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ. എവിടെയാണ് എൻ്റെ പണം, എവിടെയാണ് എൻ്റെ പണം, എവിടെയാണ് എൻ്റെ സമ്പത്ത്? ഹലക അന്നി സുൽത്താനിയ. എവിടെയാണ് എന്റെ അധികാരം, എവിടെയാണ് എന്റെ സിംഹാസനം, എവിടെയാണ് എന്റെ ശിങ്കിടികൾ, എവിടെയാണ് എന്റെ അനുയായികൾ, എവിടെയാണ് എന്റെ പരിവാരങ്ങൾ? ഹലക അന്നി സുൽത്താനിയ. ഖേദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അല്ലാഹുവിന്റെ ആജ്ഞ വരികയാണ്, ഖുദൂഹു ഫഗുല്ലൂ.
പിടിച്ചു കെട്ടുക, അവനെ ആമം വെക്കുക. തുമ്മൽ ജഹീമ സല്ലൂ, കത്തിയാളുന്ന നരകത്തിലേക്ക് ആനയിക്കുക. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ, 70 മുഴം വരുന്ന ചങ്ങലയിൽ അവനെ ബന്ധിച്ചു കൊള്ളുക. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, ലോകൈകനാഥനായ അല്ലാഹുവിനെ കുറിച്ച്, മഹോന്നതനായ റബ്ബിനെ കുറിച്ച് അവന് വിശ്വാസമുണ്ടായിരുന്നില്ല. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവം അവന് ഉണ്ടായിരുന്നില്ല. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം, അതുകൊണ്ട് ഇന്നേ ദിവസം അവന് യാതൊരു തരത്തിലുള്ള കൂട്ടുകാരുമില്ല. വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, ഗിസ്ലീനിൽ നിന്നല്ലാതെ അവന് ഭക്ഷണമില്ല. ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ, അങ്ങേയറ്റത്തെ നിർഭാഗ്യവാനല്ലാതെ ആ ഗിസ്ലീനിൽ നിന്ന് ഭക്ഷിക്കുകയുമില്ല. അല്ലാഹുവിന്റെ വാക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇടത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട ആ മനുഷ്യനെ കുറിച്ച് റബ്ബ് ഇങ്ങനെ വിശദീകരിക്കാൻ. എന്നാൽ വേറൊരു കൂട്ടം ആളുകൾ അമ്മാമൻ നൂതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉ മുഖ്റഉ കിതാബിയ, അവരുടെ കയ്യിലേക്ക്, വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുമ്പോൾ അവരിങ്ങനെ മാശറയിൽ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അവരെന്താ പറയുന്നത് അറിയോ? ഹാഉ മുഖ്റഉ കിതാബിയ, എൻ്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്, എൻ്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇതേതുപോലെ എന്നറിയോ? ഈ ആയത്ത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സംഗതി. ഞാൻ 9ാം ക്ലാസ്സിൽ 1ാമത്തെ വർഷം തോറ്റിരുന്നു. തോറ്റപ്പോൾ ഞാൻ എന്താ ചെയ്തറിയോ? അവിടുന്ന് പെട്ടെന്ന് തടി കഴിച്ചിലാക്കി. കാരണം വരുന്ന സുഹൃത്തുക്കളോട് ഈ തോറ്റണോ ജയിച്ചണോ തോറ്റണെന്ന് പറയാൻ നാണക്കേടാണ്. പക്ഷെ 2ാമത്തെ വർഷം അൽഹംദുലില്ലാ നല്ല മാർക്കോടെ പാസ്സായി. 1ാമത്തെ വർഷം തോക്കാൻ കുറേ കാരണം വേറെ ഉണ്ട്. 2ാമത്തെ വർഷം നല്ല മാർക്കോടെ പാസ്സായി. ഞാൻ അവിടെ തന്നെ നിന്നു. കാരണം വരുന്ന ആളോടൊക്കെ പറയണം, എന്താണ് ഞാൻ ജയിച്ചിട്ടുണ്ട്, ഇത്ര മാർക്കുണ്ട്. ഇതേ ഒരു മാനസികാവസ്ഥയാണ് മാശറയിൽ വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അയാൾ ഇങ്ങനെ ഗ്രന്ഥം തുറന്നു പിടിച്ച് മാശറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവർ പറയാൻ, എൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക്. അപ്പോൾ ഇടത് കൈയിൽ കിട്ടിയവനെ സംബന്ധിച്ചിടത്തോളം അത് വായിക്കാൻ പോയിട്ട് ഓൻ്റെ അവസ്ഥ എന്താണ്? ഒരാളെ പൊട്ടിക്കരയാൻ ഓൻ്റെ മുന്നിലും പോയിട്ട് ഇവൻ പറയാണ്, ഒന്ന് വായിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്. وأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت عني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. ആ ഗ്രന്ഥം തുറന്ന് പിടിച്ചുകൊണ്ട് ഇതൊന്ന് വായിച്ചു നോക്കണേ എന്ന് പറഞ്ഞ മനുഷ്യൻ മഅ്ശറയിലൂടെ സന്തോഷവാനായി ഓടിക്കളിക്കുകയാണ്. അയാൾ പറയുകയാണ്, ഇന്നി ظننت عني ملاق حسابيا, ഞാൻ എൻ്റെ നാഥനെ കണ്ടുമുട്ടുന്ന ദിവസത്തെക്കുറിച്ച് ഓർത്തിരുന്നു. ഞാൻ എൻ്റെ നാഥനെ കണ്ടുമുട്ടും എന്ന ദിവസത്തെക്കുറിച്ച് ഞാൻ ഓർത്തിരുന്നു. അതിനെക്കുറിച്ച് ബോധവാനായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഭയമുള്ളവനായിരുന്നു. ആ മഅ്ശറാവൻ സഭയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളെ വിളിക്കുകയാണ്. ചില അടിമകളെ തൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ഇത് കണ്ടോ, നിന്റെ പാപങ്ങളാണ്, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളാണ്, നീ നിന്റെ ജീവിതത്തിൽ ആരും കാണാതെ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളാണ്. പക്ഷേ ഇന്നേ ദിവസം അതാർക്കും തന്നെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതല്ല. ഇന്നേ ദിവസം അതാർക്കും തന്നെ ഞാൻ അറിയിച്ചു കൊടുക്കുന്നതല്ല. കാരണം ഓരോ പാപം ചെയ്യുന്ന സമയത്തും, ഓരോ വൃത്തികേടുകൾ ചെയ്യുന്ന സമയത്തും, ആ ചെയ്തു കഴിഞ്ഞ് ബോധം തിരിച്ചു വന്നാൽ, സ്വബോധം തിരിച്ചു വന്നാൽ നിന്റെ നയനങ്ങൾ ഈറനണിഞ്ഞിരുന്നു. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്, സ്വശരീരങ്ങളോട് അക്രമം കാണിക്കുന്ന എൻ്റെ അടിമകള്, ആ അടിമകൾ വൃത്തികേടുകൾ ചെയ്താൽ, നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്താൽ, അവരതാ അല്ലാഹുവിനെ ഓർക്കുകയായി, അവരതാ റബ്ബിനെ ഓർക്കുകയായി. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, എന്നിട്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പറയുകയാണ്, അല്ലാഹ് പറ്റിപ്പോയി റബ്ബേ, സംഭവിച്ചു പോയി അല്ലാ. എന്നിട്ട് അല്ലാഹ് തിരിച്ചു ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപം
ചെയ്ത അടിമ കൈകൾ ഉയർത്തിക്കൊണ്ട് ചോദിക്കുമ്പോ പാപം പൊറുത്തു തരാൻ അല്ലാതെ മറ്റാരാണുള്ളത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സുശരീരങ്ങളോട് അക്രമം കാണിച്ചുകൊണ്ട് എന്റെ മുന്നിൽ പശ്ചാത്താപ വിവശരായി വന്നു നിൽക്കുന്ന എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരായി മടങ്ങിപ്പോകരുത്. ആ റബ്ബിന്റെ കാരുണ്യത്തെ അവന്റെ അദൃശ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ നിന്ന് തേടിയ അടിമകൾ നാളെ മഹ്ശറയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അല്ലാഹ് അവരെ അടുത്തേക്ക് വിളിക്കുകയാണ്. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. പൊന്നു മുസ്ലിമേ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. നാദാ, ദിവസം ഞങ്ങളെ അപമാനിക്കല്ലേ അല്ലാഹ്. നാദാ, ദിവസം ഞങ്ങളുടെ അഭിമാനം നീ പിച്ച് ചീന്തല്ലേ അല്ലാ. ഈ പ്രാർത്ഥന നടത്തിയ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ വെച്ചവരെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഇതാ ഇന്ന പാപങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ തെറ്റുകളൊന്നും ഇന്ന് പുറം ലോകമറിയാൻ പോകുന്നില്ല. ആ തെറ്റുകളൊന്നും ഇന്ന് പുറം ലോകമറിയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാം. വിശാലമായി ഞാൻ ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്. ആ മഹ്ശറ കഴിഞ്ഞാൽ സിറാത്ത് പാലത്തിനെ കുറിച്ച് ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സിറാത്ത് പാലത്തിലൂടെ മിന്നൽ പിണർപ്പിന്റെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്, കാറ്റിന്റെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്, വാഹനത്തിന്റെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്, വീണ് അവസാനം ക്ലേശം അനുഭവിച്ചുകൊണ്ട് ആ സിറാത്ത് പാലം കടന്നു പോകുന്നവരുണ്ട്. ആ സിറാത്ത് പാലത്തിൽ നിന്ന് ഭീകരമായ നരകത്തിന്റെ പാതാളത്തിലേക്ക് ആപതിക്കുന്നവരുമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്ത് സിറാത്ത് പാലം കിടക്കുന്ന സമയത്ത് ആ സിറാത്ത് പാലത്തിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി സല്ലിം സല്ലിം, യാ റബ്ബി സല്ലിം സല്ലിം. അല്ലാഹുവേ, അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ നാഥാ, അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ, അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ എന്ന് സിറാത്ത് പാലത്തിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗവാസികൾ ആ സിറാത്ത് പാലം കടന്നു പോയി കഴിഞ്ഞാൽ അവരതാ സ്വർഗത്തിലേക്ക് കടക്കുകയായി. സൂറത്തു സുമറിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നു, വസീഖല്ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗവാസികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന സമയം ആ സ്വർഗത്തിന്റെ മാലാഖമാര്, ആ ജന്നത്തിന്റെ മാലാഖമാർ അവരോട് പറയുകയാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ശാന്തി, തുബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഇണമുറിയാത്ത അനശ്വരമായ ശാശ്വതമായ സമാധാനത്തിന്റെ സുഖാഡംബരത്തിന്റെ പ്രതീസയായ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് ആ മാലാഖമാരത അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. വിചാരണ കഴിഞ്ഞ് ആ വിചാരണയിൽ വിജയിച്ച ആളുകൾ അവസാനമായി സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ വിചാരണ ദിവസം ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ ചന്ദ്രനെ പോലെ വിളങ്ങി നിൽക്കും ആ വിചാരണ ദിവസം. കാരണം എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുന്ന ആ ദിവസം, എല്ലാവരും സ്വന്തത്തിന് വേണ്ടി വേദനിക്കുന്ന ആ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറാത്ത് പാലത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് മുഅ്മിനീങ്ങൾ സിറാത്ത് പാലം കടക്കുന്ന സമയത്ത്, സ്വന്തം ഉമ്മത്ത് സിറാത്ത് പാലം കടക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി സല്ലീം സല്ലീം. ഹദീസുകൾ വിശദീകരിക്കുന്നു, ഹദീസുകൾ വിശദീകരണം നൽകിയ പണ്ഡിതന്മാർ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് വരാൻ താമസിക്കുന്നതാണ്. പ്രവാചകൻ വന്നാലേ സ്വർഗം തുറക്കപ്പെടുള്ളൂ, നബി വന്നാലേ സ്വർഗം തുറക്കപ്പെടുള്ളൂ. മുഅ്മിനീങ്ങൾ മുഴുവനും സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി പോയി അവിടെ നിന്ന് അവർ ആനന്ദകരമായ ഒരു പ്രത്യേക സന്ദർഭം അവിടെ അവർ ആസ്വദിക്കുന്നതാണ്. പ്രവാചകൻ അവർ കാത്തു നിൽക്കുന്നതാണ്.
പ്രവാചകന് സ്വർഗപ്രവേശനത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്നതാണ്. പ്രവാചകനാണ് സ്വർഗം തുറക്കേണ്ടത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറാത്ത് പാലം കടന്നുകൊണ്ട് വരിക ഏറ്റവും അവസാനമായിരിക്കും. ആ പ്രവാചകൻ്റെ വരവിന് വേണ്ടി മുഅ്മിനീങ്ങൾ മുഴുവനും കാത്തു നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എത്ര സന്തോഷകരമാണ്. അപ്പോൾ സ്വർഗം തുറക്കാൻ എന്താ, സ്വർഗം മാളികയോ അല്ല എന്തെങ്കിലും ചെറിയ കൊട്ടാരറ്റാണോ? അല്ല, സ്വർഗം എന്ന് പറയുന്നത് വിശ്വമഹാപ്രപഞ്ചമാണ്. അതിൽ ഒരാൾക്ക് ലഭിക്കുന്ന, ഏറ്റവും അവസാനമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തെ 10 രാജാക്കന്മാരുടെ രാജാധികാരമാണ്. 10 രാജാക്കന്മാരുടെ രാജാധികാരം. ആ സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു ചെല്ലാൻ അനുഗ്രഹം ലഭിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അളവെത്രയായിരിക്കും പറയാൻ നമുക്ക് സാധ്യമല്ല. മാലാ ഐനുൻ റഅത് വലാ ഉദുനും സമിഅത്, ഇല്ല ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. കണ്ണിന് കുളിർമ നൽകിക്കൊണ്ട് എന്താണ് അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും തന്നെ ഊഹിക്കാൻ സാധ്യമല്ല. അത് അല്ലാഹ് മറച്ചു വെച്ച കാര്യമാണ്, അത് റബ്ബ് മറച്ചു വെച്ച കാര്യമാണ്. സഹോദരങ്ങളെ, അതേപോലെ വിചാരണ ദിവസം ഏറ്റവും നിന്ദ്യമായ രീതിയിൽ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകപ്പെടുന്ന ആളുകളുമുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കൂടെ പ്രവർത്തിച്ച ആളുകൾ, തോളോട് തോൾ ചേർത്ത് നമ്മുടെ കൂടെ പ്രവർത്തിച്ച ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത്, ആ സ്വർഗത്തിൽ കൂട്ടമായി തക്ബീർ മുഴക്കിക്കൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അടികൊണ്ട്, പ്രഹരമേറ്റുകൊണ്ട്, ആക്രോശങ്ങൾ കേട്ടുകൊണ്ട് നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടായാൽ സുബ്ഹാനല്ലാഹ് എന്തായിരിക്കും? ചില സംഭാഷണങ്ങൾ അല്ലാഹ് പഠിപ്പിച്ചെന്നല്ലോ. മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. സ്വർഗ്ഗവാസികൾ നരകവാസികളോട് ചോദിക്കുക, എന്താണോ നിങ്ങൾക്ക് പറ്റിയത്? മസലകക്കും ഫീ സഖർ. ഈ നിർഭാഗ്യവാന്മാരായി ഈ നരകത്തിലേക്ക് പതിക്കാൻ എന്താണ് കാരണം? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, നമസ്കരിക്കുന്ന സ്വഭാവം നമുക്കില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ വേദന കാണുന്ന സ്വഭാവമില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, അടിവരയിട്ടോ. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരായിരുന്നു. നാടോടുമ്പം നടുവേ ഓടണം എന്ന സിദ്ധാന്തമായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. പുതിയ ട്രെൻഡിനൊത്ത് മക്കളുടെയും ഭാര്യയുടെയും വേഷം മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലാഹ് പറഞ്ഞത് വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. ഈ ദിവസത്തെക്കുറിച്ച് ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ഞങ്ങൾക്ക് നിഷേധമായിരുന്നു. ഈ ദിവസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നിഷേധമായിരുന്നു. ഖാല ലഹും ഖസനതുഹാ അലം യഅതികും നദീർ. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കൂട്ടരോട് മലക്കുകൾ ചോദിക്കുകയാണ്, എന്താടോ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? നിങ്ങൾക്ക് ആര് പറഞ്ഞു തന്നിട്ടില്ലേ ഈ നരകത്തെക്കുറിച്ച്? അവർ പറയാണ്, ഖാലൂ ലകുന്ന, ഞങ്ങൾക്ക് വന്നിരുന്നു. ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാർ വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ ചിന്തിച്ചില്ല, ഞങ്ങൾ മനസ്സിലാക്കിയുമില്ല. ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നേ ദിവസം ഈ കൂട്ടത്തിൽ ഞങ്ങൾ പെടുമായിരുന്നില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ദിവസം സന്തോഷവാന്മാരായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അത് വേർതിരിവ് തന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കാൻ അവിടെ വേർതിരിവ് തന്നെയാണ്, വ്യക്തമായ വേർതിരിവ്. പക്ഷേ അസമത്വത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ സമരം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? അവിടെ വേർതിരിവാണ്. ഒരു പറ്റം ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട്, അള്ളാഹു നൽകിയ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് തക്ബീറും തഹ്ലീലും തസ്ബീഹുമായി കടന്നു പോകുന്ന സമയത്ത് മറുവിഭാഗം ചാട്ടവാറടികൾ കൊണ്ട് വലിച്ചുയക്കപ്പെട്ട് നരകത്തിന്റെ ഭീകരമായ പാതാളത്തിലേക്ക് ആപതിക്കുന്ന വല്ലാത്ത അവസ്ഥ. അത് രണ്ടാണ്. അള്ളാഹുവേ, ആദ്യം പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. നിന്റെ വിചാരണ നാളിൽ റബ്ബേ, ചെയ്ത തെറ്റുകൾ മുഴുവനും നീ പുറത്തു കൊടുത്ത ഭാഗ്യവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. നീ ചെയ്ത തെറ്റുകൾ മുഴുവനും മറച്ചു വെച്ച് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഭാഗ്യവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. മാശറയിൽ വെച്ച് അപമാനിക്കപ്പെടുന്ന
മാശറയിൽ വെച്ച് അന്തസ്സും അഭിമാനവും പിച്ചു ചീന്തപ്പെടുന്ന അടിമകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ, മോശമായ കൂട്ടുകെട്ടിൽ നിന്നും വൃത്തികെട്ട മക്കളിൽ നിന്നും റബ്ബേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ, നിൻ്റെ ഖുർആനെയും പ്രവാചകൻ്റെ സുന്നത്തിനെയും അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഒരിക്കലും ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ خاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.